ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിന്ന് രാവിലെ എണീറ്റ് വന്ന് ഞാൻ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാനെന്നും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ. എന്നിട്ടാണ് തുടങ്ങണത്. ചെറു ചൂടുവെള്ളമാണെങ്കിൽ അങ്ങനെ കുടിക്കും, ചില സമയത്ത് ചൂടാക്കി കുടിക്കും, ചില സമയത്ത് അങ്ങനെ തന്നെ കുടിക്കും കേട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് മാവെടുത്ത് വെളി വെക്കാമെന്ന് വിചാരിച്ചേ. ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, പിന്നെ വിചാരിച്ച് വേണ്ട, എന്നും ദോശ ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും മടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു 4 പൊറോട്ട ഉണ്ടാക്കാമെന്ന്. അപ്പം അതാകുമ്പോൾ മക്കൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അതാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കാണാത്തവരെന്തായാലും കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ, അപ്പോൾ അതും പ്രസ് ചെയ്യണം. എന്നാലേ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അപ്പോൾ അതും കൂടി എനേബിൾ ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ, നിങ്ങൾക്ക് കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വയ്ക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ പൈപ്പിൽ നന്നായിട്ട് സ്ട്രെയിറ്റായിട്ട് കാണിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് 2-3 വെള്ളം നന്നായിട്ട് വാഷ് ചെയ്ത് കേട്ടോ. എന്നിട്ട് എന്തായാലും നമ്മൾ നോക്കണം ഇടയ്ക്ക് എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന്. ഇങ്ങനെ നമ്മൾ മുറിച്ച് വേവിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തൊലി ഇളക്കി എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ മുഴുവനായിട്ടാണ് ഇട്ട് നമ്മൾ വേവിക്കണമെങ്കിൽ കുറച്ചൊരു പാടായിരിക്കും, അത് ഇളകി വരാനേ. ഇങ്ങനെ വേവിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ, നല്ല ഈസിയിൽ നമുക്ക് ഇളകി വരും. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞല്ല, കുറച്ച് വലിപ്പമുള്ള പീസാണ് ഞാൻ ഇടുന്നത് കേട്ടോ, മുറിച്ചാണ് ഇടുന്നത്. അങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ട് നമ്മൾ വേവിക്കുകയാണ് കേട്ടോ. നമ്മൾ പൊതുവേ നമുക്ക് ഈ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് പൊതുവേ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന, അല്ലേ, ഇഡ്ഡലി, ദോശ, അങ്ങനെയൊക്കെ, ഇടിയപ്പം, അപ്പം, അങ്ങനെയൊക്കെ. പക്ഷേ നമുക്ക് എന്നും കഴിക്കുമ്പോൾ ഒരു മടുപ്പും തോന്നും, അങ്ങനെ മാറി കഴിക്കണം എന്ന്. പിന്നെ ഇത് നല്ല ടേസ്റ്റാണ്, ഒരുവിധം ഹെൽത്തിയാണ്. പൊട്ടറ്റോ കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിലും കുഞ്ഞു മക്കൾക്കാണെങ്കിലും ഭയങ്കര ഹെൽത്തി ആണ് സംഭവം. പിന്നെ നമ്മൾ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതും ഹെൽത്തിയാണ്. അങ്ങനെ നമ്മൾ കുക്കറിൽ വയ്ക്കുകയാണേ. കുക്കറിൽ വച്ചിട്ട് ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുത്തു. ഇതിൽ നമ്മൾ എന്തൊക്കെ ചേർത്തെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പും വെള്ളം, കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഈസിക്ക് അത് പരത്തിയെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ. ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാലും കുറേ കഴിയുമ്പം ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും നമ്മൾ അല്ലാതെ കുഴയ്ക്കുകയാണെങ്കിൽ. അങ്ങനെ നെയ്യും കൂടി വെച്ച് ഞാൻ കുഴച്ച് വെച്ചു. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുകയാണേ. അടച്ച് വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച്, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ ആലു പൊറോട്ടയുടെ ആലു ഇല്ലേ, അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ ചോപ്പറിലാണ് കേട്ടോ വലിച്ചെടുത്ത്. അതാകുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് സവാള കിട്ടും. സവാള അങ്ങനെ ഒരു 3-4 കുഞ്ഞ് സവാളയായിരുന്നു കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് സവാള നമ്മൾ ചോപ്പറിലാകുമ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പം ചോപ്പർ വേണമെങ്കിൽ നിങ്ങൾ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ഞാൻ ഇട്ട് തരാം. അപ്പോൾ അങ്ങനെ ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇതിൽ വലിയ എരിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. ചൂടോടെ കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ മോർണിംഗിൽ കഴിക്കാം, ഇല്ല ഈവനിങ്ങിലാണെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് അപ്പം തന്നെ കഴിക്കാം കേട്ടോ. കറിയൊന്നും വേണ്ട കേട്ടോ, നല്ല ടേസ്റ്റാണ്. തൈര് വേണമെങ്കിൽ ഒരു സാലഡ് പോലെ ഉണ്ടാക്കാം. രാവിലെ കഴിക്കുകയാണെങ്കിൽ സാലഡൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഇപ്പോൾ രാവിലെ സാലഡൊന്നും ഉണ്ടാക്കിയില്ല, ഇങ്ങനെ തന്നെയാണ് കഴിച്ചത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഞ്ചി ഇടുന്നുണ്ട്, ഇതിൽ പച്ചമുളക് ഇടും. അതും കൂടി നന്നായിട്ടിട്ട് മിക്സ് ചെയ്ത് ഉപ്പും കൂടി നോക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. നമ്മൾ പിന്നെ പച്ചമുളക്, ഇത് വീട്ടിലുണ്ടായ പച്ചമുളക്, വലിയ എരിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ 3 പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ എരി നോക്കണം. നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് അതും കൂടി വെച്ച് നമ്മൾ അടച്ചിടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി നമ്മൾ എത്രയാണ് സവോള ചേർക്കണത്, നമ്മൾ എത്രയാണ് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യണം, അതനുസരിച്ച് നമുക്കൊരു മനക്കണക്ക് കാണുമല്ലോ. ഞാനൊന്നും ഈ കറക്റ്റ് 1 സ്പൂൺ ഇടണം, 1/2 സ്പൂണ് മുളക്, അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കണക്കിലാണ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യണത് കേട്ടോ. ചിലവരെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇതിനെ കണക്ക് കാണും എന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരു 4-5 വിസിൽ കേൾപ്പിച്ചപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഇതും കൂടി നോക്കണം. ചില കുക്കറാകുമ്പോൾ പെട്ടെന്ന് വേകും. എൻ്റെത് സ്റ്റീൽ കുക്കറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, രണ്ടും. അപ്പോൾ സ്റ്റീൽ കുക്കർ ആകുമ്പോൾ
അതിൽ വേകണത് കുറച്ചും കൂടി താമസം എടുക്കണുണ്ട്. അപ്പം ഒരു 4-5 ഒരു 6 ഫിസിലൊക്കെ അടുപ്പിച്ച് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് സ്മാഷ് ചെയ്തെടുക്കണേ. അപ്പോൾ അതിൽ കുറച്ച് തൊലിയൊക്കെ ഉണ്ടായിരുന്നേ, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ആഡ് ചെയ്യണുണ്ട്. നിങ്ങളിതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, മക്കൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് ഇഞ്ചിയും മഞ്ഞളും പച്ചമുളകും എല്ലാം പാകത്തിനിട്ട് നോക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യണത്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കുളിച്ച് വരും, അമ്മ ആഹാരം ഉണ്ടാക്കി വയ്ക്കും, നമ്മളത് കഴിക്കും. ചില സമയത്ത് നമ്മൾ പറയും കൊള്ളില്ല എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് ഇപ്പോഴാണ് അതിൻ്റെ വില അറിയണത്. നമ്മൾ നമ്മളെന്ത് ബുദ്ധിമുട്ടിട്ടാണ് നമ്മുടെ അച്ഛനോ അമ്മയോ ഒക്കെ, അമ്മ പ്രത്യേകിച്ച് അടുക്കളയിൽ നിൽക്കണവർ അപ്പോൾ ഉണ്ടാക്കി തരുന്നതെന്ന്. നമ്മൾ വന്നിരിക്കുമ്പോൾ ഫുഡ് വന്ന് കഴിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ വലിയൊരു കാര്യമില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ കടയിൽ പോയി കാശ് കൊടുത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അവരുണ്ടാക്കി നമ്മുടെ ടേബിളിൽ കൊണ്ടുവച്ച് തരും. പക്ഷേ വീട്ടിലാകുമ്പോൾ അമ്മ ഭയങ്കര സ്നേഹത്തോടെ മക്കളെ കഴിക്കുന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഫുഡ് കൊണ്ടുവരും. അസുഖമാകുമ്പോൾ നമ്മൾ നോക്കും. എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തി തുടങ്ങുമ്പോഴാണ് നമ്മൾ ആ ഒരു ഇതിൽ ചിന്തിക്കുക. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കുട്ടികളല്ലേ, നമ്മൾ ആ കുഞ്ഞുങ്ങളെ ഓടിച്ചാടി നടക്കും. ഞാനൊക്കെ ഓടിച്ചാടി പാറിപ്പറന്നാണ് നടക്കുന്നത്. ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു സമയമായിരുന്നു ആ സമയം. അതെല്ലാവർക്കും അങ്ങനെയായിരിക്കും. നമ്മൾ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആകുമ്പോഴാണ് നമ്മളെ റെസ്പോൺസിബിലിറ്റി കൂടണത്. അങ്ങനെ പിന്നെ ചപ്പാത്തിക്കുള്ള മാവ്, ഞാൻ ഈ ചപ്പാത്തി കല്ലിൻ്റെ കാര്യം പറയാവേ. ചപ്പാത്തി കല്ലെന്ന് പറയുമ്പോൾ എൻ്റെതിരിക്കുന്ന ഒരുമാതിരി ഒരു എന്താണ്, ഒരു ഭയങ്കര കട്ടിയുള്ള സംഭവം. അത് പൊക്കിയെടുക്കാൻ തന്നെ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ നമ്മുടെ ഈ ചോറുണ്ടെന്ന പ്ലേറ്റില്ലേ, അത് മറിച്ച് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ടിഷ്യൂ എന്തെങ്കിലും വെച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ചിട്ട് അതിലാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് കടയിൽ പോയി നോക്കിയായിരുന്നേ ഇതിൻ്റെ പലക. പിന്നെ എനിക്കൊരു മനസ്സ് വെക്കുന്നില്ല, അത് ഭയങ്കരമായിട്ട് തെന്നി പോകുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഇത് തന്നെ മതി, ഇതാകുമ്പം കൊള്ളാം, സംഭവം കിടുക്കാച്ചി തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള സംഭവമല്ലേ. പാത്രമല്ലേ, ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക, മറിച്ച് വയ്ക്കുക, അതിലോട്ട് പരത്തുക, അതാകുമ്പോൾ സൂപ്പറാണ്. നമുക്ക് കുറച്ചൊരു വലിയ ചപ്പാത്തി വേണമെങ്കിൽ അങ്ങനെ കുറച്ച് വലിയതായിട്ട് എടുക്കാം. അങ്ങനെ ഇത്രയും വലിപ്പമുള്ള എടുക്കണം കേട്ടോ എന്തായാലും. അങ്ങനെ ഞാൻ എന്തായാലും ചപ്പാത്തിക്ക് മാവ് ആദ്യം കുഴച്ച്, ഇതിപ്പം വലുതായിപ്പോയി, ഇത്രയും നീളത്തിൽ പരത്തണ്ട കേട്ടോ. കുറച്ചൊന്ന് അതായത് വൃത്തത്തിൻ്റെ ആ ഒരു സ്പേസ് കുറയ്ക്കണേ. ഇതാദ്യം കൂടിപ്പോയി, പിന്നെ കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ മല്ലിയില ഇട്ടായിരുന്നു കേട്ടോ. അവസാനം കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കണം ഒരു 5 മിനിറ്റ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഇറങ്ങും, നല്ല ടേസ്റ്റിയാണ് അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണോണ്ട് ആ മല്ലിയിലയൊക്കെ ഒന്ന് മാറ്റി, മുളകുണ്ടെങ്കിൽ അത് മാറ്റാം. ഇഞ്ചി ഞാൻ നന്നായിട്ട് ചതച്ചിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫ്ലേവറും ഇറങ്ങും, മക്കൾക്ക് ആ ഇഞ്ചിയുടെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. മറ്റേ നമ്മൾ മുറിച്ചിടുകയാണെങ്കിൽ അത് കടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഭയങ്കര പാടായിരിക്കില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ എടുത്ത് മാറ്റി, കൊച്ചിന് കൊടുക്കണമുള്ളതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. നല്ല പ്രസ് ചെയ്ത് പരത്തരുതേ. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ നല്ല പ്രസ് ചെയ്യണം തോന്നുമെങ്കിലും അങ്ങനെ ചെയ്തില്ല. എന്നിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണേ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ച്, നമ്മുടെ ഈ ദോശക്കല്ലിൽ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്, തടവിയത്. എന്നിട്ട് ഇതിൻ്റെ മേളിൽ നമ്മൾ ചപ്പാത്തിയുടെ മേളിൽ നമുക്ക് നെയ്യോ ബട്ടറോ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്തത് ബട്ടറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് രാവിലെ ഉണ്ടാക്കാൻ, കുറച്ച് പാടാണ് എന്നൊക്കെ തോന്നണവർ നിങ്ങൾ വൈകുന്നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കറിയൊന്നും വേണ്ട, ചൂടോടെ നല്ല ടേസ്റ്റോടെ കഴിക്കാം. ഉപ്പൊക്കെ കറക്റ്റായിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. നമുക്കറിയാമല്ലോ, ഉണ്ടാക്കണവർക്കറിയാം. പിന്നെ ഞാനിപ്പം ബട്ടറാണ് ആഡ് ചെയ്തത് കേട്ടോ. നമ്മൾ നെയ്യ് ഇട്ടാലും മതി കേട്ടോ. നെയ്യും നല്ല ടേസ്റ്റാണ്. എനിക്കൂടെ നെയ്യാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് തോന്നുന്നു കേട്ടോ. ബട്ടറിനേക്കാളും ഞാൻ ബട്ടറും ഇട്ടു നെയ്യും ഇട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നി നെയ്യാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നെയ്യിലോ ബട്ടറിലോ ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ നെയ്യും ബട്ടറും കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. നമ്മുടെ ഈ വെളിച്ചെണ്ണയേക്കാളും നല്ലതാണ്. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വെള്ളി വീഴും കേട്ടോ, ക്ഷമിക്കണം. അങ്ങനെ അതും ചെയ്തു. പിന്നെ ഇത് പരത്തിയെടുക്കാൻ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു ഹെൽപ്പായിരിക്കും കേട്ടോ. ഒരാൾ പരത്തുന്നു, ഒരാൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഇവിടെ ഞാൻ തന്നെയാണ് ഇപ്പം പരത്തുന്നതും ഉണ്ടാക്കുന്നതെല്ലാം കേട്ടോ. ഇതിപ്പം ഇതായതുകൊണ്ടേ പരത്താൻ നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് പരത്തണം. ഉരുളക്കിഴങ്ങ് അതിനകത്ത് വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യണത്. അല്ലാതെ ഇപ്പം സാധാ ഇറുക്കി പരത്തുന്ന പോലെ പരത്തി എല്ലാം കൂടി കൊളായിപ്പോൾ, അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പരത്തണം. അങ്ങനെ ഞാനെല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പം ഞാനന്ന്
ഒന്നോ രണ്ടോ കഴിച്ചു, രണ്ടെണ്ണം കഴിച്ചില്ലെന്ന് തോന്നുന്നു, ഒന്നോ ഒന്നര എന്തോ ആണ് കഴിച്ചത് കേട്ടോ. മോന് കുഞ്ഞാണെങ്കിലും ഒന്നാണ് കഴിച്ചത്, മൂത്താളും ഒന്നാണ് കഴിച്ചത്. അപ്പം മൂത്താളും കുഞ്ഞാണ്, അയാൾ 5 വയസ്സാണ് കേട്ടോ, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ എല്ലാവരും ഒരെണ്ണം അങ്ങനെയൊക്കെയാണ്. ഹസ്ബൻഡും 2 3 എന്താണ് കഴിച്ചതാണ് കേട്ടോ. അപ്പം നമുക്കത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാലും മതി, അതും ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി നന്നായിട്ട് പൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആൾക്ക് 2 എണ്ണം ടിഫിനിലെടുത്ത് വയ്ക്കുകയാണ്. ഉച്ചയ്ക്ക് ചോറല്ല കൊണ്ടുപോകുന്നത്, അപ്പം കുഞ്ഞിന് കഴിക്കാൻ പാടായിരിക്കും ചോറൊക്കെ ആകുമ്പോഴത്തേക്കും. ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുത്തു വിടുന്നത്. ആൾക്കും അത് ഭയങ്കര അതാണ് ഇഷ്ടം. ചോറ് കൊടുക്കുമ്പോൾ കറിയമ്മ എനിക്ക് തന്നു വിടരുതേ എന്ന് പറയും. മറ്റേ ചോറാകുമ്പം അവർ സ്പീഡ് കഴിക്കാനും പറയും, എല്ലാം കൂടി അവൻ വായിലോട്ട് കുത്തിക്കയറ്റി അങ്ങനെ ഇരിക്കും. അത് അവനും പാടാണ്. അപ്പം ഇത് കുഞ്ഞിന് ഇതാകുമ്പോഴത്തേക്കും ഇഡ്ഡലിയോ ദോശയോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴിക്കാം. ഇത് കൊണ്ടുപോയി അന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് എല്ലാവരും കഴിച്ചമ്മ, എനിക്കൊന്നും കിട്ടിയില്ലമ്മ, എനിക്കിനി ഉണ്ടാക്കി തരണം. ആളങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ അവന് എന്തോ അരഭാഗം എങ്ങാണ്ടേ കിട്ടിയുള്ളൂ, എല്ലാം ഫ്രണ്ട്സ് കഴിച്ചമ്മ എന്നാണ് പറഞ്ഞത്. അങ്ങനെ മക്കളങ്ങനെയല്ലേ, ഫ്രണ്ട്സ് കുഞ്ഞു പിള്ളേരല്ലേ, അവരും അങ്ങനെ വെറൈറ്റി ടേസ്റ്റൊക്കെ ആകുമ്പോൾ അവരും ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഞാൻ മോന് വീണ്ടും ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ അപ്പം ഇളയാൾ വന്ന് പിന്നെ ഈ ചപ്പാത്തി എന്ത് ചെയ്താലും ആളെ ചെയറും കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് ഇത് സൈഡിൽ വന്ന് എൻ്റെ ചപ്പാത്തി ആ മാവിനെയൊക്കെ കുഴച്ച് അതിലൊക്കെ തേച്ച്, നമ്മൾ ഈ പരത്തണ ഭാഗം നല്ല ക്ലിയർ അല്ലെങ്കിൽ എല്ലാം പിന്നീട് പരത്തണതെല്ലാം കുളമായിപ്പോവും. അതുകൊണ്ട് ആളെല്ലാം കൂടി അവന് ഒരു കുഞ്ഞു മാവെടുത്ത് ഞാൻ കൊടുത്തേ. അപ്പോൾ അത് ഇട്ട് പരത്തുകയാണ്. രാവിലെ എണീറ്റ് വന്ന് അതേ ഇതിലിങ്ങ് വരെയാണ്. എന്നെ കണ്ടപ്പം ഓടി വന്ന് ചെയറും എടുത്തുകൊണ്ട് അവനും പരത്തണം, ചപ്പാത്തിയാണോ എന്ന് ചോദിച്ച് അവനും പരത്തണമെന്ന്. പിന്നെ എനിക്കൊരു ഇത് കേട്ടാ, ഗ്യാസിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ പിടിച്ച് മാറ്റി, കുറേ കരഞ്ഞ് മാറ്റിയോണ്ടേ ഞാൻ പിന്നെ TV ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം. അങ്ങനെ പിന്നെ അത് അടുത്തതിന് ദേഷ്യം കരച്ചിലായതുകൊണ്ടാണ് അങ്ങനെ അടുത്തടുത്ത് വന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ് ചപ്പാത്തിയെല്ലാം പരത്തി കഴിഞ്ഞു മോനെ എന്ന് പറഞ്ഞു, എന്നാലും കരച്ചിലായിരുന്നേ. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് ബട്ടറും കൂടി തൂകി ലാസ്റ്റ് വണ്ണാണേ ഇത് തീർന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ആലു പൊറോട്ടയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ കൂടെ നമുക്കൊരു ചൂട് ചായയോ ചൂട് തേയില വെള്ളമോ, തേയില വെള്ളം എന്ന് പറയുമ്പം നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് പറയണത്, കട്ടനോ അങ്ങനെ നല്ല ചെറുതായിട്ട് പൊങ്ങി വരും കേട്ടോ. കുറച്ചും കൂടി നല്ല സമയമെടുത്തൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. ഇതിപ്പം നമ്മൾ സ്പീഡ് രാവിലെ ഉണ്ടാക്കണമല്ലേ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യും കേട്ടോ, നല്ല ചൂട് ചായയുടെ കൂടെയോ. അങ്ങനെ ഭയങ്കര സോഫ്റ്റായിരുന്നു. ഞാൻ നെയ്യൊക്കെ ഇട്ട് കുഴച്ചിട്ടല്ലേ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. ഞാൻ ചപ്പാത്തിക്കാണെങ്കിലും അങ്ങനെയാണ്, കൈ നല്ല പൊള്ളി കേട്ടോ. ചൂട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മൾ പരിപ്പാണ് വെക്കണത്. പരിപ്പ് പപ്പടവും കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ് കേട്ടോ, പരിപ്പും പപ്പടവും. അപ്പം അത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അത് പരിപ്പിന് വെച്ചു. പിന്നെ നമുക്ക് കൊഞ്ച് കിട്ടി കേട്ടോ. പിന്നെ കൊഞ്ച് കുറച്ച് അവർ ക്ലീൻ ചെയ്താണ് തരണത് എനിക്ക്, എല്ലാം ഇളക്കിയിട്ടൊക്കെ. പിന്നെ കുറച്ച് ഭാഗം മാത്രം എടുത്താൽ മതി. ഞാൻ കുറച്ചും കൂടി അതിനകത്തുള്ള അഴുക്കെല്ലാം എടുത്ത് മാറ്റി ഒന്ന് കഴുകിയെടുക്കും കേട്ടോ. ഒരു എനിക്ക് നല്ല മീൻ നന്നായിട്ട് കഴുകണം. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ അമ്മമാർ ചെയ്യണ കാര്യങ്ങൾ കണ്ടല്ലേ പഠിക്കുന്നത്. എൻ്റെ അമ്മ പണ്ട് മുതലേ ഈ മീനൊക്കെ നന്നായിട്ട് കഴുകും കേട്ടോ, നന്നായിട്ട് കഴുകും. ഉരച്ച് ഉപ്പെല്ലാം ഇട്ട്, കല്ലുപ്പോ മറ്റേ ഉപ്പോ മറ്റേ സാധാ ഉപ്പോ ഇട്ട് നന്നായിട്ട് ഉരച്ച് നന്നായിട്ട് കഴുകും കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഒരുമാതിരി സ്മെല്ലുണ്ടല്ലോ, അതങ്ങ് പോവും. എന്നിട്ട് വെക്കുമ്പോഴാണ് ഇഷ്ടം. അല്ലാതെ എന്തോ ഒരു സ്മെല്ലുണ്ട്, അത് നമുക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ ചിലവരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചിലർ നാരങ്ങ ഒക്കെ ചേർത്ത് കഴുകുന്നവരുണ്ട് ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തായാലും ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഗരം മസാല ഇടണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോഴത്തേക്കും ചോറ് തിളച്ച് കേട്ടോ. അപ്പം അത് തെറിക്കും, ചോറ് തിളച്ച് കഴിഞ്ഞാൽ അത് തെറിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പരിപ്പ് കുക്കറിന് എന്തോ പ്രശ്നം പറ്റിയിട്ട് കുറേ വിസിലിങ്ങനെ പോയി, പക്ഷേ വെന്തതുമില്ല, വെള്ളവും പോയി. അതുകൊണ്ട് പിന്നെ ഞാനൊന്ന് കുത്തി അല്ലെങ്കിൽ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് വിസിൽ കേൾക്കുമ്പോൾ തന്നെ നന്നായിട്ട് വേഗം കേട്ടോ. എന്തായാലും നന്നായിട്ട് കുത്തി ഞാൻ എല്ലാം കൂടി യോജിപ്പിച്ച് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് അത് വെച്ചു. പിന്നെ നമ്മൾ ചൂടുവെള്ളമാണ് കേട്ടോ രണ്ടാമത് ആഡ് ചെയ്യേണ്ടത് ഇങ്ങനെ കുക്ക് ചെയ്യണ സമയത്തെ. സോറി, തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നം, ചെറുതായിട്ട് തൊണ്ടവേന സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും പനിയാണേ, അതുകൊണ്ടൊരു വിഷമവും ഉണ്ട്. എല്ലാവർക്കും വയ്യായിക ആകുമ്പോഴേ നമുക്കും ഒരു ബുദ്ധിമുട്ട്. എനിക്കും ചെറിയ തൊണ്ടവേനയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് തിളച്ച വെള്ളം, അതായത് തിളപ്പിച്ച ആറിയ വെള്ളമോ തിളച്ച വെള്ളമോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് പകുതിയിൽ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പരിപ്പിന് തേങ്ങ നമ്മൾ കുറച്ചൊരു മുളക് ശകലം ഇട്ടുള്ളൂ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില അതും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് അതും കൂടി ചേർക്കുകയാണ്. പിന്നെ നമുക്ക് ഒന്നും കൂടി ഉപ്പൊക്കെ നോക്കി, ഞാൻ പറഞ്ഞില്ലേ അത്ര വെന്തത് അത്ര ശരിയായില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആക്കി ഞാൻ പിന്നെ ചോറ് വടിക്കുക എന്നുള്ളൊരു അതൊരു ടാസ്ക്കാണ് കേട്ടോ. ഇടയ്ക്ക് കാലിക്കൂടി വീണ് കേട്ടോ വെള്ളം. അപ്പോൾ എനിക്കൊരു ഭയങ്കര പേടിയാണ്. ഞാനൊരു കുഞ്ഞടത്തുണി സൈഡിൽ വെച്ചിട്ടുണ്ട്, ഒരു പഴയ അടത്തുണി. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ അടത്തുണി എന്നല്ലേ പറയണേ, വെള്ളം തുണി പിടിക്കുന്ന സാധനം. അപ്പോൾ അവിടെ അത്രയും വീണ് കേട്ടോ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം വീഴുന്നതും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് എങ്ങനെയൊക്കെയോ വടിച്ച് വെച്ചിട്ട് പാത്രം വാങ്ങണമെന്ന് വിചാരിക്കുന്നു. പുറത്തോട്ട് പോയി വാങ്ങിക്കാനുള്ള സമയവും സാഹചര്യം കിട്ടുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പരിപ്പിനെല്ലാം ഒഴിച്ച് വെച്ച് കേട്ടോ. ശേഷം നമ്മൾ അടുത്ത് ഒരു പാൻ വെച്ചിട്ട്, നല്ല കളറുണ്ട് കേട്ടോ. ഇത് ക്യാമറയിൽ കാണുമ്പോൾ അത്രയും കളറില്ലാത്തതാണ്, രാവിലെയും കൂടിയല്ലേ, വെളിച്ചം തീരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഒരു കറിവേപ്പില കുറച്ചിട്ട് ഓയിൽ ഒഴിച്ച് നമ്മൾ കൊഞ്ചെല്ലാം വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പം കൊഞ്ച് പെട്ടെന്ന് തന്നെ ആവും. ഇവിടെ പരിപ്പും പപ്പടവും കൊഞ്ചോ അങ്ങനെ പരിപ്പും പപ്പടവും ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൊഞ്ചും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെന്നും വാങ്ങിക്കാറൊന്നുമില്ല കൊഞ്ച്, ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ വാങ്ങിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്ന് മലക്കറി ഒന്നും വയ്ക്കുന്നില്ല. ഇവിടെ മലക്കറി ഇത് കഴിക്കുന്നത് ഞാൻ മാത്രമാണ് കേട്ടോ, ഇഷ്ടത്തോടെ കഴിക്കുന്നത്. എല്ലാം എനിക്കിഷ്ടമൊന്നുമില്ല, എന്നാലും എനിക്ക് മലക്കറി, എനിക്ക് കോവയ്ക്ക ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെല്ലാം ഉണ്ടല്ലോ, എന്താണ് നമ്മുടെ ഈ അവിയൽ ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ വേറെ ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പരിപ്പും പപ്പടവും കൊഞ്ചായതുകൊണ്ട് അവർക്ക് അത് മാത്രം മതി. പിന്നെ ഞാൻ പപ്പടം ഒരു പാൻ എടുത്ത് അതും കാച്ചാണ്. ഇവിടെ പിന്നെ മോന് എനിക്കും ഒന്ന് ബ്രൗൺ കളറായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. പപ്പടം ഈ വെള്ള കളറിരിക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ബ്രൗൺ ആയാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അതും പൊരിച്ച് അതും മാറ്റി കേട്ടോ. പിന്നെ മോനൂട്ടം വന്ന് അടുത്ത് നിൽപ്പുണ്ട്. പപ്പടം പൊരിക്കുന്ന മണം കേൾക്കാൻ വരും. പപ്പടം എനിക്ക് വേണം എന്ന് പറഞ്ഞ് വരും കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ തന്നെ 2 പപ്പടം കഴിച്ചു. 2 പപ്പടം കഴിച്ച് പിന്നെ ആലു പൊറോട്ട കഴിച്ചില്ല. പിന്നെ ഞാനൊരു 11:30 ആയപ്പോഴാണ് അത് കൊടുത്തത്. ഇത് കാരണം ഈ 2 കഴിച്ച് കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാലും കുടിച്ചു കേട്ടോ ആൾ. അപ്പം അതും കൂടി ആയപ്പം പിന്നെ ആൾക്ക് വിശപ്പില്ല. അങ്ങനെ പിന്നെ 11:30 ആയപ്പോഴാണ് അതൊരെണ്ണം കൊടുത്തത് ഞാൻ. പിന്നെ നമ്മുടെ ഈ പരിപ്പ് റെഡിയായിട്ടോ. പരിപ്പ് അവസാനം നമ്മൾ കൂട്ടൊക്കെ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. ലാസ്റ്റ് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നമ്മൾ അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ റെഡി ആയിക്കോളും. അതിനുശേഷം ഞാനൊരു കുർത്ത മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെടുത്ത് കേട്ടോ. ഇത് ഞാൻ മോന് ഉറങ്ങിയതിന് ശേഷമാണ് എടുക്കണത് കേട്ടോ. പെട്ടെന്ന് ആൾ ഉറങ്ങിയതിന് ശേഷം പെട്ടെന്ന് വന്നെടുത്തതാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ പിന്നെ അവനെയും ശ്രദ്ധിക്കുന്നുണ്ടോ, ഉണരുന്നുണ്ടോ എന്ന്. അങ്ങനെ പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഈ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ കാണണേ. ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ ലിങ്ക് ഇട്ടുതരാം. ഇത് കുർത്ത മാത്രമാണ്, ടോപ്പ് മാത്രമാണ്. പാൻസ് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വൈറ്റ് പാൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഇടാം. നല്ല കംഫർട്ടാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ലവ് യു ഓൾ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.